നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള സഹായം കേന്ദ്രത്തിൽ നിന്നുണ്ടാവും, യാതൊരു സംശയവും അതിന് വേണ്ടത്. വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. കാശ്മീരിൻ്റെ പ്രത്യേകാവകാശം എടുത്തു കളഞ്ഞതുപോലെ, മുത്തലാഖ് നിരോധിച്ചതുപോലെ, CAA നിയമം പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീമിൻ്റെ ഒരു ധീരമായ നടപടിയാണ് വഖഫ് ഭേദഗതി നിയമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ സർവാത്മന ഞാൻ പിന്തുണയ്ക്കുകയാണ്. നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ, ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ വളരെ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വഖഫ് ഭേദഗതി നിയമം ഒരു ദീനിയായ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ രാജ്യം ചെയ്ത ഒരു വലിയ തെറ്റ്, വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി. ആ അധികാരികൾ പലരും ലാൻഡ് മാഫിയ പ്രമാണിമാരായി. നിങ്ങളറിയുമോ, റെയിൽവേ പോലെ, പ്രതിരോധം പോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളതാണ് വഖഫ്. ആ സ്വത്ത് സാധാരണ മുസ്ലിം വിശ്വാസി ദൈവത്തിന് നിയത്താക്കിയിട്ട് നൽകിയതാണ്. പക്ഷെ അതിൽ പലതും കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത കർണാടകത്തിൽ ഒരു പ്രമുഖ മുസ്ലിം നേതാവുണ്ട്, മുൻ കേന്ദ്രമന്ത്രിയാണ് CM ഇബ്രാഹിം. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഈ എയർപോർട്ടിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ആളാണ്. CM ഇബ്രാഹിമിൻ്റെ പ്രൈവറ്റ് കോളേജ് 100 കണക്കിന് വഖഫ് ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്, അനധികൃതമായി. മാത്രമല്ല 26,000 ഏക്കർ ഭൂമി കമേഴ്സ്യൽ ലാൻഡായി പരിണമിക്കപ്പെട്ടിരിക്കുന്നു. വഖഫിന് യാതൊരു വരുമാനമില്ല. പ്രമാണിമാർ കയ്യേറിയിരിക്കുന്നു. അവർ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് പഠിക്കാൻ മൻമോഹൻ സിംഗ് ചുമതലപ്പെടുത്തിയ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നൊരു വാചകമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ലോഡാണ് വഖഫ് ബോർഡ്. അതിൽ അന്യാധീനപ്പെട്ട ഭൂമി എടുത്തിട്ട് വരുമാനം ഉണ്ടാക്കിയാൽ ഇന്ത്യൻ മുസൽമാൻ്റെ പട്ടിണി അവസാനിപ്പിക്കാമെന്ന് സച്ചാർ കമ്മീഷൻ എഴുതി വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ കിരൺ റിജ്ജു കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിൻ്റെ ഒരു ആധാരമെന്ന് പറയുന്നത് സച്ചാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അതുകൊണ്ട് CAA വന്നപ്പോൾ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇത് കൂലങ്കുഷമായി മുടിനാരിഴയുടെ ചർച്ച ചെയ്ത് അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത് വളരെ അനുകൂലമായ റിപ്പോർട്ടോടു കൂടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല, ഇത് സാധാരണ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്. ഇത് ദൈവത്തിന് കാണിക്കയായി ഭൂമി നൽകിയ ആ വിശ്വാസികളുടെ ഒസ്യത്ത്, അതിനോട് നീതി പുലർത്തുന്ന ബില്ലാണ്. അന്യാധീനപ്പെട്ട ഈ ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കൃത്യമായ നിയമമായിട്ട് വഖഫ് നിയമത്തെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, പച്ചക്കള്ളമാണ്. അതൊന്നും നല്ല വിദ്യാസമ്പന്നരായ മുസ്ലിം സമുദായം അത് വകവെച്ച് കൊടുക്കില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, ഇത് വഖഫ് ബോർഡ് ഗവൺമെൻറ് നിയന്ത്രണത്തിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ എല്ലാ ലാൻഡ് തർക്കങ്ങളും പരിഹരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രം കലക്ടർമാരാണ്. കലക്ടർമാർക്ക് ഈ അധികാരം കൊടുക്കുമ്പോൾ അതിലെന്തിനാണ് നമ്മൾ കുറേ കൂടി സുതാര്യമാക്കുകയാണ്. അതെ, ഒരു കൊള്ള സംഘത്തിൻ്റെ കയ്യിലാണ് ഇന്ന് വഖഫ് ബോർഡിൽ, അത് പിടിച്ചെടുക്കണം. ഇത് പള്ളിക്കാര്യോ മദ്രസയുടെ കാര്യമല്ല, അതിന് മദ്രസ ബോർഡുണ്ട്, കേന്ദ്ര മദ്രസ ബോർഡുണ്ട്. അതിൽ മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ എടുത്തിട്ടില്ല, കലക്ടർമാരെയോ അല്ലെങ്കിൽ IAS അതിലെടുത്തിട്ടില്ല. ഇതിലെടുക്കും. ഇത് സ്വത്ത് തർക്കമാണ്. ഹജ്ജ് കമ്മിറ്റിയിൽ മറ്റു മതത്തിൽപ്പെട്ട ആളില്ല, മദ്രസ ബോർഡിലില്ല. പക്ഷേ ഇതല്ല, ഇത് സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ തർക്കങ്ങൾ പരിഹരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ ഉദ്യോഗസ്ഥൻ IAS കാരനാണ്, കലക്ടറാവണം, അതിൽ ജനപ്രതിനിധികളാവണം. അതിൽ യാതൊരു തെറ്റുമില്ല.
ഇത് പരിഹരിക്കാൻ വേറെ മാർഗ്ഗമില്ല. ഇവരെ ഏൽപ്പിച്ചത് പരിഹരിക്കപ്പെടാൻ പറ്റില്ല. നൂറുകണക്കിന് വർഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളൊരു തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിലൊരു കൃഷിക്കാരൻ തൻ്റെ 1 ഏക്കർ ഭൂമി വിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പം പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. ആ ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണ്. ഇങ്ങനെ ഇല്ലീഗലായി ഇവിടെയുള്ള ഭൂമിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതായത് യൂസർ ബൈ വഖഫ് എന്ന്, വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ്, ഒരു അധികാരം ഇവർക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? വർഷത്തിൽ ഈദ്ഗാഹ്, അതായത് 1-2 പെരുന്നാൾ നിസ്കാരം നടക്കുന്ന മൈതാനം വഖഫ് ഭൂമിയായി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇതെന്ത് ന്യായമാണ്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇതൊരു ബഹുസ്വര സൊസൈറ്റി അല്ലേ? ഒരു സെക്യുലർ രാജ്യമല്ലേ? ആ രാജ്യത്ത് വഖഫ് ബോർഡ് ഇങ്ങനെ പൊതുമുതൽ കയ്യേറാൻ പാടുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വളരെ രാജ്യസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരു ഭേദഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്.